മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കരുത്തനും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ വിമാനാപകടത്തിൽ അന്തരിച്ചു. ബാരാമതിയിൽ വെച്ചുണ്ടായ ദാരുണമായ അപകടത്തിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വിമാനം തകരുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കർഷക സംഗമത്തിൽ പങ്കെടുക്കാൻ മുംബൈയിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ മുംബൈയിൽ നിന്ന് അജിത് പവാറും മറ്റ് 5 സഹയാത്രികരും സ്വകാര്യ വിമാനത്തിൽ ബാരാമതിയിലേക്ക് തിരിച്ചു. ലാൻഡിങ്ങിന് തൊട്ടുമുമ്പ് വിമാനത്തിന് സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയന്ത്രണം വിട്ട വിമാനം തകർന്നു വീഴുകയും നിമിഷങ്ങൾക്കകം പൂർണ്ണമായും അഗ്നിക്കിരയാവുകയും ചെയ്തു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഗുരുതരമായി പരിക്കേറ്റ അജിത് പവാറിനെയും മറ്റ് 5 പേരെയും ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. NCP അധ്യക്ഷൻ ശരത് പവാറിന്റെ സഹോദരപുത്രനായ അജിത് പവാർ പതിറ്റാണ്ടുകളായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ വിധി നിർണായക ശക്തിയായിരുന്നു. 6 വ്യത്യസ്ത സർക്കാരുകളിൽ ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അപൂർവ റെക്കോർഡിന് ഉടമയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ശരത് പവാറിന്റെ നിഴലിലായിരുന്നെങ്കിലും പിൽക്കാലത്ത് NCPയിൽ പിളർപ്പുണ്ടാക്കി അദ്ദേഹം BJP ശിവസേന സഖ്യത്തിന്റെ ഭാഗമായി. ഔദ്യോഗിക NCPയും പാർട്ടി ചിഹ്നവും നേടിയെടുത്തതോടെ അദ്ദേഹം കൂടുതൽ കരുത്തനായി മാറി. ഭരണകാലയളവിൽ നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും സംഘടനാ മികവിലൂടെയും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അജിത് പവാറിന്റെ തട്ടകമായ ബാരാമതിയിൽ വെച്ച് തന്നെ ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത് അനുയായികളെയും രാഷ്ട്രീയ കേരളത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ മുന്നിൽ നിന്ന നേതാവിന്റെ അപ്രതീക്ഷിത വിയോഗം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത്.